PCC അധ്യക്ഷൻ ഇപ്പോൾ നേരിട്ടെത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ കാണുകയാണ്. കാരണം ഇവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റാതെ ഇവിടെ നിന്ന് അനങ്ങില്ല എന്നുള്ള നിലപാട് ഇപ്പോൾ അബിൻ വർക്കി എടുത്തു. അതിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു. സാഹചര്യങ്ങൾ കൂടുതൽ പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് വലിയ സമീപനം പാലിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ ലാത്തിവീശാൻ തയ്യാറായില്ല. അതിനുശേഷം അബിൻ വർക്കിയെ ടാർഗറ്റ് ചെയ്ത് മർദ്ദിക്കുന്ന രീതിയിലായിരുന്നു അബിൻ വർക്കിക്ക് നേരെ നടന്ന മർദ്ദനം. അബിൻ വർക്കിയെ ഏകദേശം 5ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരക്കേന്ദ്രത്തിന് മുന്നിൽ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതിനുശേഷം ആ വാശിയൊന്നും പിടിക്കണ്ട. അപ്രായോഗികമായ കാര്യത്തിന്റെ പുറത്ത് വാശി പിടിക്കണ്ട. നീ ഇപ്പം നമുക്ക് നിന്റെ ലൈഫ് സേവ് ചെയ്യലാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് നിന്നെ ഹോസ്പിറ്റലിലേക്ക് നീക്കുകയാണ്. അവന് പണി കൊടുക്കാൻ ഞാൻ നിനക്ക് വാക്ക് തരുന്നു. അവന് പണി കൊടുത്തിരിക്കും. ഒരു തർക്കവുമില്ല. ഞാൻ വാക്ക് പാലിക്കും. അതുകൊണ്ട് എനിക്ക് വണ്ടിയാക്കി ഞാൻ വാക്ക് തരുന്നു. നാട്ടിലല്ല, അവന് പണി കൊടുക്കും. നാട്ടിൽ ഞാനല്ലല്ലോ. നേതാക്കൾ അനുനയിപ്പിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അബിനെ. കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം അഭിന പരാതി കൊടുത്തേ. കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഫസ്റ്റ് അഭിന കൊടുത്തേ. അതിന്റെ കാരണം നോക്കി വെച്ചടിക്കുക. അത് ഒരടിയല്ല. ജിജു എന്ന് പറയുന്ന പോലീസുകാരൻ മനഃപൂർവ്വം നോക്കി വെച്ചടിച്ചതാണ്. അവരെ നമുക്ക് കാണാം. നിങ്ങൾ ബേജാറാവില്ല. നിങ്ങൾക്ക് ഞാനല്ലേ വാക്ക് പറയുന്നത്. ഒന്ന് അഭി വണ്ടിയെ കൊണ്ട് കയറ്റി